ശ്രീ കെ എൻ ഗോപിനാഥ്, എങ്ങനെയാണ് അന്നയെപ്പോലെ ഒരു 26-കാരിക്ക് ഈ ആധുനിക ഇന്ത്യയിൽ മരിച്ചു വീഴേണ്ടി വരുന്നത് എന്ന സാഹചര്യം നമ്മൾ പരിശോധിക്കണം. അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അതിന് പിന്നിലൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. ഇവിടെ ചില അപ്പക്കാള സിനിമകൾ സൃഷ്ടിച്ച ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട അരാഷ്ട്രീയതകളുണ്ട്. അതിൻ്റെയൊക്കെ അവരൊക്കെ നയിച്ച അരാഷ്ട്രീയത ഇല്ലായ്മ ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി കൂടിയാണ് ഇപ്പോൾ ബോധ്യമാകുന്ന ഈ അന്നയുടെ മരണത്തോടു കൂടി. കെ എൻ ഗോപിനാഥ്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് തൊഴിൽ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വർത്തമാനം പറയുക മാത്രമല്ല അത് അനുഭവിക്കാനും കൂടി കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആപേക്ഷികമായി പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, ഉത്തർപ്രദേശ് അതുപോലുള്ള പൂനെ അടങ്ങുന്ന, പൂനെയിലാണ് ഈ കുട്ടി ജോലി ചെയ്തിരുന്നത്. അവിടേക്കല്ല വലിയ ബഹുരാഷ്ട്ര കുത്തകളൊക്കെ ഈ ഗ്രാമങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് ആളുകളെ പാർശ്വവൽക്കരിപ്പിച്ച് കെട്ടിപ്പടുത്തിട്ടുള്ള മഹാസൗധങ്ങളും വലിയ കോർപ്പറേറ്റ് കമ്പനികളുമാണ് ഇതെല്ലാം. IT രംഗത്ത് ഇപ്പോൾ ഈ കമ്പനി EY കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിയെല്ലാം അത് ഓഡിറ്റിംഗ് വിഭാഗമാണ്, IT മേഖല. അങ്ങനെ പല മേഖലകളായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ സ്വാഭാവികമായിട്ടും വന്നിട്ട് അവർ ഇന്ത്യയിൽ തന്നെ പരിമിതമാണെങ്കിൽ പോലും തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താനും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിയുന്ന ഫാക്ടറീസ് ആക്ട് ഒക്കെ അടക്കമുള്ള തൊഴിൽ നിയമങ്ങളെല്ലാം ഈ കമ്പനികൾക്കൊന്നും ബാധകമല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റോ, കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇന്ത്യയിലെ പല തൊഴിൽ മേഖലയെയും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്നും ട്രേഡ് യൂണിയൻ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ടില്ലേ? അങ്ങനെ കൊണ്ടുവന്നതാണ് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ. 10,000-ത്തിലധികം വരുന്ന യൂണിറ്റുകൾ, ഫാക്ടറികൾ ഈ മിക്കവാറും എല്ലാ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലും ഉണ്ട്. ആദ്യം 7 സോണുകളായി കൊച്ചി അടക്കം സ്ഥാപിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാജ്യത്താകെ മാറി. ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം അതൊരു പ്രത്യേക സാമ്രാജ്യമാണ് എന്ന് കണക്കാക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അവിടുത്തെ തൊഴിലാളികൾ വലിയ ചൂഷണത്തിന് വിധേയമാവുക, മാനസിക സമ്മർദ്ദത്തിന് വിധേയമാകുക. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള തൊഴിൽ ക്ലിപ്തത, സമയക്ലിപ്തത അതുപോലും അംഗീകരിക്കാത്ത വിധത്തിൽ 12, 16, 24 മണിക്കൂറെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ. അതേപോലെ പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് തുടങ്ങിയിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ നിങ്ങളുടെ ജോലി ഉറപ്പാവണമെന്നുണ്ടെങ്കിൽ ഈ മാസം ഇത്ര ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യണം, ഇന്ന വർക്കുകൾ നിങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ മേൽ അവർക്ക് എടുക്കാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സ് അവരെ ഏൽപ്പിച്ചുകൊണ്ട്, അത് കായികമായിട്ടുള്ള സ്ട്രെസ്സുള്ള കമ്പനികളുണ്ട്, മെൻ്റൽ സ്ട്രെസ്സ് കൊണ്ടുവരുന്ന കമ്പനികളുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികളുടെ ഫാക്ടറിക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും പുറം ലോകത്തിന് അറിയാൻ കഴിയാത്ത വിധത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത്. അങ്ങനെയാണിപ്പോൾ ഈ കമ്പനിക്കകത്ത് ഈ അന്ന സെബാസ്റ്റ്യൻ, കളമശ്ശേരിക്കാരിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്, അവർ ഇങ്ങനെ ഒരു ആ സ്ട്രെസ്സ് ഡോക്ടറുടെ റിപ്പോർട്ടിനകത്ത് തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. മാനസിക സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടാണ് 26 വയസ്സുകാരായിട്ടുള്ളൊരു ചെറുപ്പക്കാരി കുട്ടിക്ക്, ഒരു യുവതിക്ക്, അവർ ജോലിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ 4 മാസത്തോടുകൂടി അവർക്ക് ഏതാണ്ട് അവരുടെ വബയടിപ്പിക്കുന്ന വിധത്തിലാണ് ചെയ്തത്. ഇന്നും ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഈ നിയമങ്ങൾ ശക്തമാക്കേണ്ടതിന് പകരം ഇന്ത്യയിലെ കോർപ്പറേറ്റ് കുത്തകകളുടെ തലപ്പത്തിരിക്കുന്ന വലിയ മൂലധനത്തിൻ്റെ വാക്താക്കളായിട്ടുള്ളവർ വാദിക്കുന്നത് എന്താ? തൊഴിലാളികൾ ഇന്ന് പണിയെടുക്കുന്നത് പോരാ, ഇനിയും കൂടുതൽ പണിയെടുക്കണമെന്നാണ്. 70 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് ആർ നാരായണമൂർത്തി ഒരിക്കൽ ഇൻ്റർനാഷണലായിട്ട് തന്നെ ലോകത്തെല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തൊഴിലാളികൾ 70 മണിക്കൂർ ആഴ്ചയിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞൊരു വാദം ഉയർത്തിക്കൊണ്ടുവന്നു. CIT അടക്കമുള്ള സംഘടനകൾ വളരെ പരിമിതമാണ്. അത്തരം സംഘടനകൾ മാത്രമാണ് അതിനെല്ലാം എതിർത്ത് കേരളത്തിലെ തൊഴിൽ മന്ത്രി അതെ. ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം നോക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ പ്രശ്നമാണ് ഇന്ത്യയിലെ യുവാക്കളെ ചതിക്കുഴിയിൽ അകപ്പെടുത്തുകയല്ലേ കേന്ദ്ര ഗവൺമെൻറ്. കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിനകത്ത് വലിയ പ്രചാരണത്തോടുകൂടി മലയാള മനോരമ, മാതൃഭൂമി അടക്കമുള്ള ദേശീയ പത്രങ്ങൾ കൊണ്ടുവന്നത് ഇൻറ്റേൺഷിപ്പ് വർക്ക് എന്ന് പറഞ്ഞ് 4.25 കോടി യുവാക്കൾക്ക്, തൊഴിലില്ലാത്തവർക്ക് 5 കൊല്ലത്തേക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്ന ഒരു ഇൻറ്റേർണൽ വർക്ക് പദ്ധതി പ്രഖ്യാപിച്ചു. സത്യത്തിൽ എന്താണത്? അത് യഥാർത്ഥത്തിൽ യുവാക്കളെ, തൊഴിലില്ലാത്തവരെ അവരെ കബളിപ്പിക്കുകയാണ്, അവരെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരുന്ന സാമൂഹ്യക്ഷേമം
ചിദംബരം കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് അത് കേന്ദ്ര ഗവൺമെൻറ് പതുക്കെ കൈയൊഴിഞ്ഞ് കമ്പനികളുടെ പടലിക്കാക്കി. ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ അതിൻ്റെ 10% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ മുഴുവനും മാറ്റിവെക്കേണ്ട. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന 5 കൊല്ലക്കാലത്തേക്ക് ഒരു മാസം 5000 രൂപ വെച്ചിട്ട് കൂലി കണക്കാക്കി 1.5 ലക്ഷം കോടി രൂപ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ മാറ്റിവെച്ചിട്ട് ജോലി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. യുവാക്കളെ കബളിപ്പിക്കുക മാത്രമല്ല, സാമൂഹ്യക്ഷേമം എന്നുള്ളത് ഗവൺമെൻറ് കൈമാറി കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു. പിന്നെ ആ കമ്പനികൾ ഇപ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് 1.5 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് കൂലിക്ക് ആളെ വയ്ക്കാം, അത് 5000 രൂപ കൂലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളി ചെയ്യേണ്ട ജോലി എന്താ? ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ പരിചയത്തിന് വേണ്ടി 1 മാസത്തെ 2 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. പഠിച്ചു പുറത്തിറങ്ങിയ സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾ കമ്പനികളിലേക്ക് വരൂ. ആ കമ്പനികളിൽ 5000 രൂപ നിങ്ങൾക്ക് കൂലി തരും. അടുത്ത 5 കൊല്ലക്കാലത്തേക്ക് ജോലി ഓഫറായി. അപ്പോൾ തൊഴിലില്ലായ്മയുള്ള സമൂഹത്തെ ഇങ്ങനെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ മാത്രമല്ല, ഇവർ മുമ്പോട്ട് വെക്കുന്ന തൊഴിൽ കോഡുകളിലൊന്നും തൊഴിലാളി എന്ന പദം പോലും ഇവർക്ക് അലർജിയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത് തീർച്ചയായും കെ.എൻ. ഗോപിനാഥ് നിരീക്ഷിച്ചതുപോലെ ഇത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വക്കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ ഉത്തരവാദിത്വക്കുറവെന്ന് പറഞ്ഞുകൂടാ, ഇവരുടെ ഗുരുതരമായ അപകടകരമായ അനാസ്ഥ.